വാർത്തകൾ തുടരുന്നു. ആരോഗ്യ സംവിധാനങ്ങൾ മുന്നിൽ മതിലുകൾ തീർക്കുമ്പോൾ സാധാരണ ജനങ്ങൾ കണ്ടെത്തിയ ഒരു പോംവഴിയുണ്ട്: സ്വയം ചികിത്സ. ശരീരത്തെ സ്വയം ഒരു പരീക്ഷണ വസ്തുവാക്കുന്നവർ കേരളത്തിൽ വർദ്ധിച്ചു വരികയാണോ? കണ്ട കാഴ്ചകളുമായി ACV ന്യൂസ് ക്യാമ്പയിൻ. മൂക്കൊലിപ്പുണ്ട്, പനിയുണ്ട്, തുമ്മലുണ്ടാകും. പനിയുണ്ടല്ലേ? ഡോക്ടറിൽ നിന്ന് കിട്ടേണ്ട വൈദ്യോപദേശം മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ചോദിച്ചു വാങ്ങുന്നത് മലയാളിയുടെ ഒരു ശീലമായി മാറിക്കഴിഞ്ഞു. ആശുപത്രികളിലെ ചികിത്സ വലിയൊരു സാമ്പത്തിക ബാധ്യതയായി മുന്നിൽ നിൽക്കുമ്പോൾ ചുളിവിൽ കാര്യം നേടാൻ ഒരു ശരാശരി മലയാളി കണ്ടെത്തിയ എളുപ്പവഴിയാണ് ഈ സ്വയം ചികിത്സ. ഗവൺമെൻറ് ആശുപത്രി ചെന്ന് ക്യൂ ഒക്കെ നിന്ന് വരുമ്പോൾ താമസിക്കുകയില്ലേ, ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർ ആകിലും പ്രൈവറ്റ് ആശുപത്രി പോകാൻ നോക്കും. അതുകൊണ്ട് പിന്നെ 100 രൂപയൊക്കെ ഡോക്ടർമാരെ കൊടുക്കണ്ടേ എന്നുള്ള ഇതിൽ ഒരു 5 രൂപ 10 രൂപ കൊടുത്താൽ മെഡിക്കൽ സ്റ്റോറിൽ നമ്മൾ തലവേദന, പനി, പല്ലുവേദന എന്നൊക്കെ പറയുമ്പോൾ അതിനുള്ള ഗുളിക വാങ്ങിച്ചു. സ്വകാര്യ ക്ലിനിക്കുകൾ അടിച്ചേൽപ്പിക്കുന്ന വലിയ ചികിത്സാ ചെലവ് താങ്ങാൻ കഴിയാത്ത പിന്നോക്കക്കാരാണ് സ്വയം ചികിത്സയുടെ വഴി തിരഞ്ഞെടുക്കുന്നതെന്നാണ് പൊതുവെയുള്ള ധാരണ. എന്നാൽ കേരളത്തിലെത്തുമ്പോൾ പുറംപകിട്ടിന്റെ പച്ചയിൽ നിൽക്കുന്ന മധ്യവർഗവും ഇതേ ലൈനിൽ തന്നെ. താഴേക്കിടയിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന സാമ്പത്തിക പ്രാരബ്ധം മാതിരി തന്നെ മറ്റ് സർക്കാർ തലത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ ഇടയിലും അതുപോലെ മറ്റ് സ്ഥാപനങ്ങളിൽ, സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ ഇടയ്ക്ക് ധാരാളം പ്രശ്നങ്ങൾ അത്തരത്തിലുണ്ട്, സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. ഇത് നമ്മൾ പൊതുവിൽ നോക്കുമ്പോൾ ഏറ്റവും സമൂഹത്തിൻ്റെ അടിത്തട്ടിലെ ആളുകളാണ് സാമ്പത്തിക പരാധീനതകളുണ്ട് സെൽഫ് മെഡിക്കേഷൻ നടത്തുന്നു എന്നുള്ളതാണ്. പക്ഷേ വ്യക്തമായിട്ട് എന്നെ സംബന്ധിച്ച് മനസ്സിലാക്കിയിട്ട ഒരു സംഗതി, അതിൽ നിന്നും ഒട്ടും വ്യത്യസ്തരല്ല അഭ്യസ്തവിദ്യരായിട്ടുള്ള ആളുകളുടെ ഇടയ്ക്കും അതുപോലെ തന്നെ ഒരു ക്ലറിക്കൽ ലെവലിലുള്ള സാധാരണ ജീവനക്കാരുടെ ഇടയ്ക്കും ഇത് വ്യാപകമായിട്ടുണ്ട്. കാരണം അവരുടെ സാമ്പത്തിക പ്രാരബ്ധമാണ്. ഇത് അവരൊരിക്കലും ഡോക്ടർ പോലും ചോദിച്ചു കഴിഞ്ഞാൽ തുറന്നു പറയാൻ മടി കാണിക്കും. ഡോക്ടറെ കാണുന്നതിന് കാത്തുകെട്ടി നിൽക്കാനുള്ള മടിയാണ് പലരെയും സ്വയം ചികിത്സയ്ക്ക് പ്രേരിപ്പിക്കുന്നത്. മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് എത്രയും വേഗം മരുന്ന് ചോദിച്ചു വാങ്ങി കാര്യം കഴിക്കാനുള്ള തത്രപ്പാടിനിടയിൽ ബില്ല് വേണമെന്ന് പോലും പലർക്കും നിർബന്ധമില്ല. ഇക്കാര്യത്തിൽ മലയാളിക്ക് നിർബന്ധ ബുദ്ധിയില്ലാത്തത് മെഡിക്കൽ സ്റ്റോർ ഉടമകൾക്ക് ഒരു സൗകര്യം കൂടിയാണ്. ഒരു മരുന്ന് തന്നെ പല ബ്രാൻഡുകളുണ്ട്, പല കമ്പനികളുടെയും. അപ്പോൾ ഒരു മേഖലയിൽ ഇപ്പോൾ ഒരു താലൂക്ക്, ഇപ്പോൾ നെയ്യാറ്റിൻകര അല്ല പാറശാലമാർ അല്ലെങ്കിൽ ചിറയങ്കിരിമാർ ഒരു താലൂക്ക് ഹെഡ് ക്വാർട്ടേഴ്സിൽ ഒരു 40-50 ഡോക്ടേഴ്സ് ഉണ്ടാവും. 40-50 ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടർ ഒരു മരുന്ന് 4-5 ബ്രാൻഡ് വരെ പ്രിസ്ക്രൈബ് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ മാറ്റി ബ്രാൻഡുകൾ എഴുതുമ്പം ഇവർക്ക് താങ്ങാൻ പറ്റാത്ത ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നു എന്നുള്ളതുകൊണ്ട് ചില സന്ദർഭങ്ങളിലും എഴുതിയ ബ്രാൻഡ് ഇല്ലെങ്കിൽ ചിലപ്പോൾ അത്യാവശ്യം മറ്റ് ബ്രാൻഡുകൾ കൊടുക്കും. സ്വയം ചികിത്സ മിക്കപ്പോഴും രോഗികൾക്ക് ആശ്വാസം നൽകുന്നു എന്നത് ശരി തന്നെയാണ്. എന്നാൽ ഇത് മുട്ടുശാന്തി മാത്രമാവുകയാണ്. തന്നിഷ്ടം പോലെ നടത്തുന്ന ഔഷധ പ്രയോഗം തിരിച്ചടിയായി മാറുന്നത് പിന്നീട് ഒരിക്കലാണ്. താൽക്കാലിക ലാഭത്തിന് വേണ്ടി ചെയ്യുന്ന സ്വയം ചികിത്സ ആത്യന്തികമായി അങ്ങനെ ഇരട്ടിച്ചിലവായി മാറുന്നു.